ഭാഗം 2 രാമന്റെ പുഴ ഒരു മാണിക്യ നഗരം. അശോകൻ തന്റെ കയ്യിലുള്ള സോണാർ ഉപകരണത്തിൽ ശ്രദ്ധിക്കുന്നു. അശോകൻ, ചേട്ടന്മാരെ, ഞാൻ ഈ ഭാഗത്ത് സോണാർ സ്കാൻ ചെയ്തപ്പോൾ അടിത്തട്ടിൽ ഒരു വലിയ, മനുഷ്യനിർമ്മിതമായ ഘടനയുടെ സൂചന കിട്ടി. പുഴയുടെ സ്വാഭാവിക അടിത്തട്ടല്ല ഇത്. വിജയൻ, സംശയം മാറാതെ പറഞ്ഞു. യന്ത്രത്തിന് തെറ്റിയതാവാം അശോക. രാമൻ, വിജയന്റെ തോളിൽ തട്ടി. എന്തായാലും വാസ്തവം അറിയേണ്ടി. നമ്മൾ 4 പേരും ഇന്ന് രാത്രി ഈ പുഴയിൽ മുങ്ങുന്നു. പുരാതനമായ ആ മാണിക്യ നഗരത്തിലേക്ക്. രാത്രി രാമൻ പുഴയിൽ ഇറങ്ങി. 4 പേരും മുന്നിൽ ഉപകരണങ്ങൾ ധരിച്ച് പുഴയുടെ അടിത്തട്ടിലൂടെ നീങ്ങുന്നു. വെള്ളം ഇരുണ്ടതാണ്, ടോർച്ചിന്റെ വെളിച്ചം മാത്രം. ഇരുണ്ട ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നെഞ്ചിൽ ഭയമല്ല, ആകാംക്ഷയാണ്. ഈ തണുത്ത വെള്ളത്തിനടിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഹസ്യം ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ? രാമൻ ആകാംക്ഷയോടെ ചോദിച്ചു. വെളിച്ചം ഒരു വലിയ കൽമതിലിൽ പതിക്കുന്നു. അത് പൂർണ്ണമായും പായൽ പിടിച്ചിരിക്കുന്നു. അത് ഒരു കവാടമാണെന്ന് തോന്നുന്നു. ശ്രീധരൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. മതിൽ. അശോകൻ ശ്രദ്ധയോടെ ആ മതിലിന്റെ ഒരു ഭാഗത്ത് കൈകൊണ്ട് തടവുന്നു. ടോർച്ച് മുകളിലേക്ക് അടിക്കുമ്പോൾ ഒരു വലിയ കമാനത്തിന്റെ രൂപം വെളിപ്പെടുന്നു. വിജയൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കൂ.